കോഴിക്കോട് വടകരയിലെ ഹോട്ടൽ ഉടമ ശ്രീധരന് വഖഫ് നോട്ടീസ് വന്നതിന് പിന്നാലെ സഹോദരങ്ങൾക്കും വഖഫ് ബോർഡിന്റെ നോട്ടീസ് വന്നതിൽ ആശങ്കയുണ്ടെന്നും വഖഫ് ബോർഡ് കുടുംബത്തെ വേട്ടയാടുകയാണെന്നും ശ്രീധരൻ പറഞ്ഞു. കഴിഞ്ഞ മാസമാണ് വടകര സ്വദേശി ശ്രീധരന്റെ ഉടമസ്ഥതയിലുള്ള കൈലാസ് ഹോട്ടലിന് വഖഫ് നോട്ടീസ് ലഭിച്ചത്. ആധാരവും പട്ടയവും കരമടയ്ക്കുന്ന രസീതും തുടങ്ങി എല്ലാ രേഖകളുമുള്ള ഭൂമിക്കാണ് വഖഫ് അവകാശമുന്നയിച്ചത്. 1965 ഞങ്ങൾക്ക് തന്ന തീരാധാർ പ്രകാരം അതിലൊരു വകുപ്പിൻ്റെ സംഗതിയും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല അതിൻ്റെ അടിയാധാരവും എല്ലാ സംഗതികളും നോക്കി. പക്ഷെ അതിലൊന്നും യാതൊരു വകുപ്പിൻ്റെ ഒരു രേഖയും അതിൽ പറഞ്ഞില്ല. നമുക്ക് കിട്ടിയ ഭൂമിക്ക് നികുതി അടച്ച് പിന്നെ അതിന് പട്ടയം വരെ കിട്ടിയ സ്ഥിതിയിൽ ഇത് നമുക്ക് കൈവശം വെക്കാൻ അവകാശമില്ല എന്ന് ഒരു ട്രിബ്യൂണൽ വിധിക്കുകയാണെങ്കിൽ ആ വിധി ഉച്ചത്തോടെ തള്ളുകയായി. എന്നാൽ ഇപ്പോൾ ഒഴിയണമെന്ന മുന്നറിയിപ്പുമായി തുടരെ വഖഫ് നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീധരന്. മാത്രമല്ല ഹോട്ടലിൽ യാതൊരു അവകാശവുമില്ലാത്ത സഹോദരങ്ങൾക്ക് കൂടി വഖഫ് നോട്ടീസ് അയച്ചതിൽ ഏറെ ആശങ്കയുണ്ടെന്ന് വയോധികൻ ശ്രീധരൻ പറയുന്നു. രേഖകൾ പ്രകാരം ഹോട്ടലിൽ അവകാശമില്ലാത്ത റീജ, ഗീത, പ്രിൻഷ, പ്രസൂൺ തുടങ്ങിയ സഹോദരങ്ങൾക്കും അവരുടെ മക്കൾക്കുമാണ് വഖഫ് നോട്ടീസ് അയച്ചത്. ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ഞങ്ങൾ 4 ആളാണ് ഉടമ. ഈ ഉടമകൾക്കല്ലാതെ വേറെയും എൻ്റെ സഹോദരങ്ങൾക്കും മരിച്ചുപോയ സഹോദരൻ്റെ മക്കൾക്കും വരെ ഇവർ നോട്ടീസ് ഇങ്ങനെ അയക്കും. അവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. ഏത് തരത്തിലായാലും ഈ സ്ഥാപനം അവയ്ക്ക് വിട്ടുകൊടുക്കുന്ന ഒരു വിഷയം ഉണ്ടാവില്ല. വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചു ഭയപ്പെടുത്തുകയാണെന്നും ഇനി എത്ര നോട്ടീസ് അയച്ചാലും ഹോട്ടൽ വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ശ്രീധരനും കുടുംബവും. ജനം, കോഴിക്കോട്.